BTS എന്ന് പറയുന്നത് സൗത്ത് കൊറിയയിലെ വേൾഡ് ഫേമസ് ആയ K-pop ഗ്രൂപ്പാണ്. പക്ഷേ ഇതിനകത്തെ അംഗങ്ങൾക്ക് പല പ്രധാന നിയന്ത്രണങ്ങളും നേരിടേണ്ടതുണ്ട്. BTS അംഗങ്ങൾ നേരിടുന്ന പ്രധാന നിയന്ത്രണങ്ങൾ അതിലൊന്നാണ് വ്യക്തിഗത സ്വാതന്ത്ര്യത്തിലെ കുറവ്. അവർക്ക് സാധാരണ ആളുകളെ പോലെ പുറത്തുപോകാൻ സാധിക്കില്ല. അതിന്റെ പ്രധാന കാരണം ഫാൻസ് എല്ലായിടത്തും അവരെ പിന്തുടരുമെന്നുള്ളത് തന്നെയാണ്. പ്രൈവസി കുറവാണ്. മറ്റൊന്ന് പ്രണയത്തിനുള്ള നിയന്ത്രണം. K-pop ഇൻഡസ്ട്രിയിൽ ഡേറ്റിംഗ് പബ്ലിക്കായി കാണിക്കുന്നത് പലപ്പോഴും ഡിസ്കറേജ് ചെയ്യും. ആരാധകർക്ക് ഡിസപ്പോയിൻമെന്റ് വരാതിരിക്കാൻ ഏജൻസികൾ നിയന്ത്രണം വയ്ക്കും. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ലൈഫ് മോസ്റ്റ്ലി പ്രൈവറ്റ് ആയിരിക്കും. കഠിനമായ ജോലി സ്കെഡ്യൂൾ. ദിവസവും 10-15 മണിക്കൂർ വരെ പ്രാക്ടീസ് അല്ലെങ്കിൽ വർക്ക്, കൺസേർട്സ്, റെക്കോർഡിംഗ്സ് എല്ലാം ഒരുമിച്ച്. വിശ്രമ സമയം കുറവ്. ഡയറ്റ് ആൻഡ് ബോഡി കൺട്രോൾ. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ചില സമയങ്ങളിൽ സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യണം. ഫിറ്റ്നസ് നിർബന്ധം. സോഷ്യൽ മീഡിയ നിയന്ത്രണം. എന്ത് പോസ്റ്റ് ചെയ്യണം എന്നത് ശ്രദ്ധിക്കണം. കോൺട്രവേഴ്സറീസ് അവോയ്ഡ് ചെയ്യാൻ ഏജൻസി റൂൾസ് ഉണ്ടാകും. മെന്റൽ പ്രഷർ. ലോകമെമ്പാടുമുള്ള ഫെയിം എക്സ്പെക്ടേഷൻസ് വളരെ കൂടുതലാണ്. ക്രിറ്റിസിസം ആൻഡ് ഹെയ്റ്റ് കമന്റ്സ് ഹാൻഡിൽ ചെയ്യണം. വർക്ക് കമ്മിറ്റ്മെന്റ്. കോൺട്രാക്ട് ആൻഡ് ഏജൻസി റൂൾസ്. വർക്ക് കമ്മിറ്റ്മെന്റ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ലോങ് ടേം കോൺട്രാക്ട്സ് ഉണ്ടാകും. മാൻഡേറ്ററി മിലിറ്ററി സർവീസ്. സൗത്ത് കൊറിയയിലെ എല്ലാ പുരുഷന്മാർക്കും മിലിറ്ററി സർവീസ് നിർബന്ധമാണ്. BTS അംഗങ്ങൾക്കും ഇത് ബാധകമാണ്. മിലിറ്ററി സർവീസ് കഴിഞ്ഞുള്ള തിരിച്ചുവരവും BTS നടത്തിയിരുന്നു. BTS അംഗങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർസ് ആണെങ്കിലും അവരുടെ ജീവിതം സാധാരണ ജീവിതത്തേക്കാൾ വളരെ നിയന്ത്രിതവും സമ്മർദ്ദമുള്ളതുമാണ്. ഫെയിം ഉണ്ടെങ്കിലും ഫ്രീഡം കുറവാണ്. പലപ്പോഴും ആരാധകർ കാണാത്ത വശമാണ് അവർ അനുഭവിക്കുന്ന മെന്റൽ ഹെൽത്ത് പ്രഷർ. കാരണം ലോകമെമ്പാടുമുള്ള ഫെയിം വലിയ സ്ട്രെസ്, ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഷുഗ തന്റെ സ്ട്രഗിൾസ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. ലോൺലിനെസ്. ഫാമിലി നിന്ന് അകന്നായിരിക്കും. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ അധികം സമയം കിട്ടില്ല. ജങ്കുക്ക് ചെറിയ വയസ്സിൽ തന്നെ ട്രെയിനി ആയതുകൊണ്ട് ലോൺലിനെസ് നന്നായി അനുഭവിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കുറച്ചുറക്കം മാത്രമാണ് കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ലേറ്റ് നൈറ്റ് വർക്കുകൾ അത്രമാത്രമുള്ളതുകൊണ്ട്. സോഷ്യൽ മീഡിയ ഹെയ്റ്റ് കമന്റ്സ് ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ ഇഷ്യൂ ആക്കും. ഇതിനെക്കുറിച്ച് പല ഇന്റർവ്യൂസിലും പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെയാണ് ഇഞ്ചുറി ആൻഡ് ഫിസിക്കൽ പെയിൻ. പലപ്പോഴും ഇഞ്ചുറീസ് ഉള്ളപ്പോഴും ബോഡി പെയിൻ ഉള്ളപ്പോഴും അവർക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. BTS അംഗങ്ങളുടെ പുറമേ നമ്മൾ കാണുമ്പോൾ വളരെയധികം ഗ്ലാമർ ആയിട്ടുള്ള സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. പക്ഷെ അതിന്റെ പിന്നിൽ അവരുടെ ഹാർഡ് വർക്ക്, സാക്രിഫൈസ്, പ്രഷർ ഇതെല്ലാം ഉണ്ട്. BTSന്റെ ഈ കാണുന്ന വിജയത്തിന് പുറകിൽ അവരുടെ സ്ട്രഗ്ലിങ്ങും ഹാർഡ് വർക്കും ഒരുപാടുണ്ട്.